ചേർത്തല AS കനാലിന് നവജീവൻ. AS കനാൽ നവീകരണ കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ ശുചീകരണം ചരിത്രമായി. 5 കിലോമീറ്റർ നീളത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. മന്ത്രി പി പ്രസാദ് മുനിസിപ്പൽ തല ഉദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല നഗരസഭയുടെ ചേലൊത്ത ചേർത്തല കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടന്ന ജനകീയ ശുചീകരണം ശ്രദ്ധേയമായി. നഗരസഭ തല ഉദ്ഘാടനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്നു. ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു പ്രധാനപ്പെട്ട ഇടമായി നമ്മുടെ കനാലിൽ കാണുകയാണ്. ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ആൾക്കാരും ശ്രദ്ധിക്കാനൊന്നും ഇല്ലാത്ത ഇടങ്ങളിൽ നേരത്തെ വേമ്പനാട് കനാലിന്റെ സൈഡിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അത്രയും ദൂരം എന്തിനാണ് ഓടുന്നത്? ഈ കനാലിൽ നാട്ടുകാരെല്ലാവരും മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ ഞങ്ങൾക്കെല്ലാം കൂടെ ആകാമല്ലോ എല്ലാവരും നോക്കി നിൽക്കുന്ന ഇതിലേക്ക് എത്തി. എത്ര ദയനീയമായ സ്ഥിതി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് AM ആരിഫ് XMP മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത് നന്ദിയും പറഞ്ഞു. ചേർത്തല ഇരുമ്പുപാലത്തിന് വടക്കുവശത്ത് ഗൗരി ഗാർഡൻസിൽ നടന്ന ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻ ചെയർമാൻ VT ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുട്ടമ്പള്ളി വികാരി ഫാദർ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സാബു സ്വാഗതവും കൗൺസിലർ ജോഷിത നന്ദിയും പറഞ്ഞു. വട്ടവെളിപ്പാലം PS കവല കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. PS കവലയിൽ നടന്ന ചടങ്ങിൽ വെച്ച് അരൂർ MLA ദലീമ ജോജോ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് P ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസിഡർ ബിജു മല്ലാരി, ഹാസ്യതാരം അജയൻ മാടയ്ക്കൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു സ്വാഗതവും കൗൺസിലർ ശ്രീജ മനോജ് നന്ദിയും പറഞ്ഞു. TB കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TB ജെട്ടിക്ക് സമീപത്താണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. BJP ദേശീയ സമിതി അംഗം വെള്ളിയാകുളം പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മുനിസിപ്പൽ ചെയർമാൻ P ഷാജിമോഹൻ അധ്യക്ഷനായി. ഓട്ടൻതുള്ളൽ കലാകാരൻ മരുത്തോർവട്ടം കണ്ണൻ, SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ BS സാബുലാൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൗൺസിലർ B ഫൈസൽ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ S സുദീപ് നന്ദിയും പറഞ്ഞു. ഇരുമ്പുപാലം പടയണിപ്പാലം കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ കല്ലങ്ങാപ്പള്ളി സൊസൈറ്റിക്ക് സമീപത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുൻ ചെയർമാൻ ഐസക് മാടവന അധ്യക്ഷനായി. ഗാനരചയിതാവ് രാജീവ് ആലിങ്കൽ, ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൗൺസിലർ ഷീജ സന്തോഷ് സ്വാഗതവും കൗൺസിലർ A അജി നന്ദിയും പറഞ്ഞു. പടയണിപ്പാലം ഹൈവേ പാലം കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ EMS വായനശാലയ്ക്ക് സമീപത്ത് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല അർബൻ ബാങ്ക് പ്രസിഡന്റ് NR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. നാടകനടൻ ചേർത്തല രാജൻ, ഹാസ്യതാരം അനിൽ മാടയ്ക്കൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൗൺസിലർ ലിസി ടോമി സ്വാഗതവും കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. ഹൈവേ പാലം ആഞ്ഞിലിപ്പാലം കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഞ്ഞിലിപ്പാലം മേഖലയിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. മുൻ ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ സീന ദിനകരൻ സ്വാഗതവും MA സാജു നന്ദിയും പറഞ്ഞു. ആഞ്ഞിലിപ്പാലം വട്ടവെളിപ്പാലം കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗൻവാടിക്ക് സമീപത്താണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. മുൻ ചെയർപേഴ്സൺ ജയലക്ഷ്മി അൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ MK പുഷ്പകുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ G രഞ്ജിത്ത് സ്വാഗതവും എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് സുധീഷ് നന്ദിയും പറഞ്ഞു. നഗരസഭാ പരിധിയിൽ PS കവല മുതൽ കുറിയമുട്ടം കായൽ വരെയുള്ള 5 കിലോമീറ്റർ വരുന്ന AS കനാൽ ഭാഗമാണ് ശുചീകരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെയായിരുന്നു ശുചീകരണം. കനാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള 50 കേന്ദ്രങ്ങളിലായി നടന്ന പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെയും സാംസ്കാരിക സംഘടനകളിലെയും യുവജന സംഘടനകളിലെയും അംഗങ്ങൾ, നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിമുക്ത ഭടന്മാർ, NCC SPC കേഡറ്റുകൾ, NSS വളണ്ടിയർമാർ, വ്യാപാരികൾ തുടങ്ങിയവർ മെഗാ ശുചീകരണത്തിൽ പങ്കാളികളായി. പാമ്പുപിടുത്തത്തിൽ പരിശീലനം ലഭിച്ച ടീമും പങ്കെടുത്തു. പ്ലാസ്റ്റിക്കും കുപ്പികളും അടക്കമുള്ള എല്ലാവിധ ഹരമാലിന്യങ്ങളും നീക്കം ചെയ്തു. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ശുചീകരണം അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. വിൻമീഡിയ ചേർത്തല.